നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംഭവ ബഹുലമായിരുന്നു. ആദ്യത്തെ പ്രമേയം പ്രതിപക്ഷം നൽകുന്നു, അപ്പാടെ തള്ളിയിരിക്കുന്നു ഭരണപക്ഷം. ആദ്യത്തെ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നിയമസഭയിൽ. നോക്കാം ഒന്നൊന്നായി. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ജി സുധാകരനിലേക്കാണ്. നിയമസഭയിൽ തന്റെ പ്രസംഗത്തെ അനുകൂലിച്ച് കൈയടിച്ച ഭരണപക്ഷത്തോട് താൻ സ്വതന്ത്ര MLA ആണെന്ന് ഓർമ്മിപ്പിച്ച് ജി സുധാകരൻ കയ്യടിക്ക് വേണ്ടി പറയുന്നതല്ലെന്നും താനൊരു സ്വതന്ത്ര MLA ആണെന്നും ജി സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും ജനങ്ങളെല്ലാം അറിയട്ടെ എന്നും ജി സുധാകരൻ ആഞ്ഞടിച്ചു. ജി സുധാകരനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗത്തിന് വിളിച്ച ശേഷം പോയിന്റ് ഓഫ് ഓർഡറിനായി പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ജി സുധാകരന് 3 തവണ എഴുന്നേൽക്കുകയും ഇരിക്കേണ്ടിയും വന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ഇതേത് വകുപ്പ് പ്രകാരം എന്ന ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ഉയർന്നതോടെ ഭരണപക്ഷത്തിൽ നിന്ന് കയ്യടി. ഇതോടെയാണ് ജി സുധാകരൻ കൈകൊട്ടലിന് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ സ്വതന്ത്രനായ ജനകീയ MLA ആണ് എന്ന് മറുപടി പറഞ്ഞത്. ജി സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം, മഞ്ഞക്കുറ്റിയിൽ 1 അടി മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് 2 അടി പുറകോട്ട് വെക്കേണ്ടി വന്നതെന്നും ലെനിന്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ ഊരുമായിരുന്നുവെന്നും മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ എന്നും ആലോചിക്കാതെ കാണിച്ച വേണ്ടാധീനമാണതെന്നും അദ്ദേഹം വിമർശിച്ചു. സജി ചെറിയാന്റെ നാട്ടിൽ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി ഇട്ടു, തിരിച്ചടി അന്നേ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും ജി സുധാകരൻ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. സാംസ്കാരിക നായകന്മാർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ തന്റെ പ്രസംഗത്തിലൂടെ ഉന്നയിച്ചത്. കേരളത്തിലെ ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുടെ കാല് നക്കികളാണെന്നായിരുന്നു ജി സുധാകരന്റെ വിമർശനം. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഈ കേരളത്തിലെ ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷമെന്നും ജി സുധാകരന്റെ വിമർശനം. കഞ്ചാവും ചരസും അടിച്ച് യുവജനങ്ങളിൽ ഒരു വിഭാഗം നശിക്കുകയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. എന്തായാലും ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംഭാവനയാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇനി നമുക്ക് നോക്കാം, ഭരണപക്ഷത്തിന്റെ നിർണായകമായൊരു നീക്കമുണ്ട്, അതെന്താണെന്ന് നോക്കാം. 10 വർഷത്തെ ഭരണം കഴിഞ്ഞിറങ്ങുമ്പോൾ 5000 കോടിയിലേറെ രൂപ ഖജനാവിലുണ്ടെന്ന ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പൊളിച്ചടുക്കണമെന്നാണ് സർക്കാരിന്റെ നിർണായക നീക്കം. അതിനുവേണ്ടി ധവളപത്രം തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് UDF സർക്കാരും സാമ്പത്തിക വിദഗ്ധരും. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ധവളപത്രം നിയമസഭയിൽ സമർപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തുടർന്ന് പൊതുസമൂഹത്തിൽ വിഷയം ചർച്ച ചെയ്ത ശേഷം ബജറ്റിലേക്ക് കടക്കുന്നതാകും ഗുണകരമെന്ന വിലയിരുത്തലാണ് UDF. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന യാഥാർത്ഥ്യം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താതെ ഭരണം തുടങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ധവളപത്രത്തെ ഏറെ ഗൗരവത്തോടെ സർക്കാർ നോക്കിക്കാണുന്നത്. അത് തയ്യാറാക്കി വേഗത്തിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞു. ഇതിനു പിന്നാലെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അത്തരത്തിലെ പരാമർശം തീർത്ത് അപലപനീയമാണെന്നും വേണ്ടുന്ന രീതിയിലുള്ള പണമൊക്കെ ഖജനാവിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പടിയിറങ്ങിയതെന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ എത്രത്തോളം പണം ഖജനാവിൽ ബാക്കിയുണ്ട് എന്ന ഒരു ചോദ്യം അത് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിന് അത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ധവളപത്രം പുറത്തിറക്കുമ്പോൾ അത് പ്രതിപക്ഷത്തെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് നയിക്കുമെന്നാണ് UDFന്റെ നിഗമനം. ഡോക്ടർ KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയാണ് ഇത് തയ്യാറാക്കുന്നത്. 10 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ബജറ്റിന് മുൻപ് തന്നെ ധവളപത്രവും പുറത്തിറക്കി എത്രത്തോളം കടബാധ്യതയാണ് നിലവിൽ സംസ്ഥാനത്തിനുള്ളത്, വരുമാനം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നികുതി വരുമാനമാണ് പിരിച്ചെടുക്കാതെ പാഴാക്കി കളഞ്ഞത് തുടങ്ങിയ കണക്കുകൾ വെളിപ്പെടുത്തുകയാണ് ഈ ധവളപത്രത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ കടബാധ്യത 4,88,910 കോടി രൂപയാണെന്നാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പറഞ്ഞത്. ഇക്കാര്യത്തിൽ എന്തായാലും നേരത്തെ ഒരു പരിശോധനയുണ്ടാകും. കൃത്യമായി കണക്കുകൾ പരിശോധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF സർക്കാർ. അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ പ്രമേയം, അടിയന്തര പ്രമേയം, അതായത് വിലക്കയറ്റത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രമേയം. സംസ്ഥാനത്തെ തന്നെ വിസ്മയിക്കുന്ന ധവളപത്രമാണ് വരുന്നതെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി അതിലുണ്ടാകുമെന്നുമാണ് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണെന്ന മുൻ ഇടത് സർക്കാരിന്റെ ദീർഘനാളായുള്ള ആരോപണം
പൊള്ളയാണെന്ന് കണക്കുകൾ നിരത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. അത് പൊള്ളയാണോ അല്ലയോ എന്നത് ധവളപത്രം പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്നും അത് ഏതൊക്കെ തരത്തിലാണ് വിനിയോഗിച്ചതെന്നും ഇനം തിരിച്ച് ധവളപത്രത്തിൽ ഉണ്ടാകും. 15ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയാണ് കിട്ടാതെ വന്നതെന്ന് കൃത്യമായി വിലയിരുത്തുകയും ചെയ്യും. ഇടതു സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ധവളപത്രത്തിൽ പരാമർശമുണ്ടാകും. ബജറ്റിന് പുറത്ത് പണം കടമെടുത്ത് കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യ അവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു എന്നതടക്കമുള്ള വിശദാംശങ്ങളൊക്കെ ഈ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തും. കിഫ്ബിയുടെ സാമ്പത്തിക മാതൃക, ചെലവഴിക്കൽ എന്നിവ സമിതി പരിശോധിക്കും. ഈ സാഹചര്യത്തിൽ കിഫ്ബി പുനഃസംഘടനാ ശുപാർശ ധവളപത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതിക്കൊപ്പം 10 വർഷത്തിനിടയിലെ കടബാധ്യതകൾ, വരുമാന ചോർച്ച, നികുതി പിരിവിലെ പരിമിതികൾ, ധന മാനേജ്മെന്റിലെ ഘടനാപരമായ പോരായ്മകൾ എന്നിവ അക്കമിട്ട് നിരത്തും. മാത്രമല്ല UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും ഭരണനയം രൂപീകരിക്കാനും സമിതിയുടെ കണ്ടെത്തൽ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്തായാലും 16ാം കേരള നിയമസഭയിൽ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സമർപ്പിച്ചു. സഭ നിർത്തിവെച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് MLA KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് അപ്പാടെ തള്ളുകയുണ്ടായി ഭരണപക്ഷം. ഇടതു സർക്കാർ പോയത് കടം ബാക്കി വെച്ചെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ ആരോപിക്കുന്നത്. 2893 കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മുൻ സർക്കാർ കൊടുക്കാനുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടേണ്ട ഏജൻസി. ആ ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി വെച്ചാണ് മുൻ സർക്കാർ പോയതെന്നും ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂയെന്നും ധനമന്ത്രി പറഞ്ഞു. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എന്താണ് പറയുന്നത് നോക്കാം. ഹോട്ടലുകൾ പലതും പൂട്ടിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാർച്ച് 31 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭീമമായ വില വർധനയാണ് ഓരോ ഉൽപ്പന്നങ്ങൾക്കും വർദ്ധിച്ചതെന്നും വാണിജ്യ സിലിണ്ടറിന്റെ വില 1883 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 3133 രൂപയായി വർദ്ധിച്ചു. ഹോട്ടലുകൾ പലതും പ്രവർത്തിക്കാത്ത അവസ്ഥയിലായി. പെട്രോൾ വിലയും ഡീസൽ വിലയും വർദ്ധിച്ചു. നിർമ്മാണ മേഖലയിൽ സമാന പ്രതിസന്ധി ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെടുന്ന കക്ഷികൾക്ക് വാക്കൌട്ട് പ്രസംഗത്തിന് അവസരം നൽകുക എന്നതാണ് സഭാ ചട്ടം. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിച്ച ഉടനെ BJP കക്ഷി നേതാവ് BB ഗോപകുമാർ എഴുന്നേറ്റു. ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് നയിക്കപ്പെടുകയുണ്ടായി. അതായത് നിയമസഭയിൽ ചട്ടം മറികടന്ന് BJPക്ക് സംസാരിക്കാൻ അവസരം നൽകിയെന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തു. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സംസാരിച്ചു തീരും മുമ്പാണ് BJP കക്ഷി നേതാവ് BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. ചട്ടവ്യതിയാനം ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവിനോട് ഉദാര മനസ്കത വേണ്ടേ എന്നായിരുന്നു സ്പീക്കറുടെ മറുചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.